കറക്റ്റായിട്ട് അത് നിന്നോളും. കാലിൻ്റെ മുട്ട് വളയരുത്. ടയർ മേളുന്ന ഒരു കമ്പിലോട്ട് ഇറക്കി ഇത് ഈ ഒരു ഹുക്കിൽ കെട്ടി വെച്ചിക്കുവാണെങ്കിലും തിരിച്ച് ഈ ഇപ്പുറത്തേക്ക് വരുന്നതിന് അങ്ങനെ ഇല്ല അതൊന്നും. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ വേണം ഇപ്പോൾ ചേട്ടാ നമ്മളൊരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മുടെ കാലെപ്പോഴും കാലിൽ ബലം കൊടുക്കും. ഈ കാല് സ്റ്റഡി ആയിട്ട് നിൽക്കണം. എന്നുവെച്ചാൽ ഭയത്തോടെ ടൈറ്റ് കട്ടോ. അപ്പോൾ നമ്മൾ एकदम बराबर ഈ കാലിൻ്റെ മുട്ടിനെ എപ്പോഴും സ്റ്റഡി ആയിട്ട് വെക്കും. നമ്മൾ ഇങ്ങനെ വെച്ച് പിന്നെ ലൂസാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. കാല് കറക്റ്റായിട്ട് വെക്കുവാണെങ്കിൽ പക്കായിട്ട് നമുക്ക് ഏത് പൊസിഷനിൽ പോയിട്ടും അടിപൊളിയായിട്ട് നിന്ന് പണിയാൻ പറ്റും. ചേട്ടോ ചെറിയ സ്റ്റെപ്പുകൾ വെക്കുക. ചെറിയ സ്റ്റെപ്പ് ഉണ്ടോ? जरा घुमा के देखा ना. നമ്മളൊക്കെ ശരിക്കും നമ്മൾ ഈ കമ്പ് കെട്ടിപ്പണിയുന്ന സമയത്ത് ഒരു മാക്സിമം ഒരു 55-60 ഇടയ്ക്ക് നമുക്ക് കൈ എത്തിയിട്ട് കമ്പ് കെട്ടാൻ പറ്റത്തുള്ളൂ. ഇതുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ തടിയാണെങ്കിലും ഏത് പൊസിഷനിലും റൗണ്ട് ചെയ്ത് നിന്ന് നമുക്ക് പണിയാം. പിന്നെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ടൈറ്റ് ആകുമെന്നല്ലാതെ ഒരിക്കലും ബാക്കിലോട്ട് വരത്തില്ല. ബാക്കിലോട്ട് എന്തായാലും വരത്തില്ല. അത് നമുക്ക് ഇത് സിമ്പിളാണ്. ഇതിൻ്റെ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടന്നു പോകും. भाई ऊपर चढ़ गया ना ये वाला रस्सी. हाँ मतलब इसको खोलने से पहले ഇപ്പോൾ നമ്മൾ 2 കയറുകൊണ്ട് കയറുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ മുകളിലോട്ട് പോവുക. നമ്മൾ കയറുന്നതിനിടയ്ക്ക് ഒരു കവരം വന്നു നമ്മൾ ആദ്യമായിട്ട് കയറി പോവുക. അപ്പോൾ ഇത് എങ്ങനെയാവും പിന്നെ ഈ കയർ ഊരിയാലേ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഈ കയറിൽ അപ്പോൾ ആ കയറിൽ പിന്നെ മറ്റേ കയറിൽ നമ്മൾ മുകളിലോട്ട് ഇടുന്നു. ബസ് ഓ വല ലഗാതോ. നമ്മൾ രണ്ടാമത്തെ കവരത്തിൻ്റെ മുകളിലൂടെ ഇട്ട് അതിൽ ടൈറ്റ് ചെയ്ത് നിന്നതിന് ശേഷം മറ്റേ കയർ ലൂസ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റത്തെ കയർ നമ്മൾ ലൂസ് ചെയ്ത് വിട്ട് രണ്ടാമത്തെ കയറിൽ നമ്മുടെ ലോഡായി. നമുക്കിത് പോകുന്നതിനനുസരിച്ച് എത്ര വേണമെങ്കിലും നമുക്ക് ഇതേപോലെ കയറി പോകാവുന്നേ ഉള്ളൂ. അത് ഏത് തടിയാലും ഏത് പൊസിഷനിലും. എല്ലാവർക്കും മെയിനായിട്ട് സംശയമുള്ളതെന്ന് വെച്ചാൽ ഇതിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഇതേപോലെ നിൽക്കുന്ന കമ്പ, വളഞ്ഞു നിൽക്കുന്ന കമ്പ്. പിന്നെ അതിപ്പോൾ ഉണ്ണി കയറി കാണിച്ചു തരും. അതിലൊക്കെ സിമ്പിളാണ്. പക്ഷെ ഫസ്റ്റ് കയറുന്ന സമയത്ത് ഈ വളഞ്ഞു കിടക്കുന്ന കമ്പ് നമ്മൾ എന്താവും ഏതാവും എന്നുള്ളൊരു ചിന്ത എന്തായാലും നമുക്ക് വരുമല്ലോ. ഇത് ഇപ്പം നമ്മൾ ഈ ഒരു കമ്പ് നല്ല വളഞ്ഞു കിടക്കുക. ഈ കമ്പിൻ്റെ ഈ ഒരു ലൈനിൽ മാത്രം ചവിട്ടി പോവുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഇങ്ങോട്ട് ചവിട്ടിയാൽ ഇരിഞ്ഞു പോകത്തേ ഉള്ളൂ. ആ ചേട്ടാ ഇതിൽ ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ ഇത് പിന്നെ മുകളിൽ വരെ നമ്മൾ കയറി പോവുക.
കയറിപ്പോയി നമുക്ക് എന്തായാലും പിന്നെ കയറുന്നതിനെക്കാട്ടി സ്പീഡിൽ ഒറ്റയടിക്ക് ഇപ്പം ആ ഇറങ്ങി വരുന്നുണ്ടോ ആ ഫിഗർ റേറ്റ് ഒറ്റയടിക്ക് കാരണം നമ്മൾ ഇത്രയും കയറി അതേ ചവിട്ടടി വെച്ച് താപ്പോട്ട് ഇറങ്ങുന്നതിനും ബെറ്റർ 1 മിനിറ്റ് തികച്ചെടുക്കുന്നില്ല നമ്മൾ താഴെ हाँ भाई ऊपर चढ़ गया ना फिगर से ही नीचे आ जा ठीक है അത് ഞാൻ കാണിച്ചുതരാം ഏത് ഇല്ല നമ്മളിനി സപ്പോസ് ഒന്ന് താഴെ നമ്മൾ ഈ ചവിട്ടുന്ന സ്ലിപ്പ് ആയാലും നമ്മുടെ കൈ ഇളിയൽ ഏത് സമയം ബെൽറ്റ് കിടക്കുമല്ലേ അല്ല ടൈറ്റ് വേണ്ട അത് ഞാൻ പിന്നെ അവനെ കൊണ്ടൊരു ഡെമോ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഒന്ന് हाँ लोग करता हाँ आराम से आ जाना जरा बता के आ जाना ठीक है അത് ഇടുന്നത് താഴെ ഇറങ്ങിയിട്ട് കറക്റ്റ് നമുക്ക് കാണിക്കാം അപ്പൊ അവന് ഇറങ്ങി വരുന്ന ആ ഇതുണ്ടല്ലോ ഇറങ്ങി വന്നാൽ നമ്മുടെ ഈ ഒറ്റ വിരലും മതി നമുക്ക് താഴോട്ട് ഇറങ്ങി വരും ഈ ഒരു വിരലിന്റെ ആവശ്യമുള്ളൂ നമ്മുടെ ആറാംസെ കോലിക്കാച്ചോ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നു നേരെ ഒന്ന് കറക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു ലോക്ക് സിസ്റ്റമാണ് നമുക്കത് നമ്മൾ എത്ര വെയിറ്റ് ആണെങ്കിലും സിമ്പിളായിട്ട് ഏതാ അത് സിഗ്സാക്കും ഫാളർസ്റ്റും അത് പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന ലൂസ് ചെയ്യുന്നതനുസരിച്ച് ഇത് അതാ ഇപ്പം ആ പുള്ളി ഇറങ്ങി നിന്നല്ലോ एक मिनट है भाई हाँ आराम से आ जाना जरा इधर घुमा के रुको एक मिनट रुको जरा आपका हाथ दिखाना थोड़ा और थोड़ा नीचे ഇതിപ്പോ അവന്റെ മൊത്തം വെയിറ്റും അവന്റെ ഈ ഒറ്റ കയ്യിൽ വെക്കും ഒറ്റ കയ്യില നമുക്കിപ്പോ താഴെ വെള്ളം പിടിച്ചാലും നമുക്ക് വലിയ വെയിറ്റ് വരുന്നതല്ല വീണ്ടും വെയിറ്റ് നമുക്ക് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ നമുക്കത് ഇനി ഇതിൽ കെട്ടി ലോക്ക് ചെയ്ത് കാണാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് അതെ അത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സംഗതി നമുക്ക് വലിയതൊന്നുമില്ല ഫസ്റ്റ് നമുക്ക് എന്തായാലും പഠിക്കുന്ന സമയത്തൊരു ചെറിയൊരു ഇത് ഇങ്ങനെ എടുക്കുന്നു കറക്കി അങ്ങ് ഇടുന്നു ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഇതാ പിന്നെ നമ്മുടെ വെയിറ്റ് അങ്ങനെ ഈ ഒരു ഇത് ചടവും മുകളിലോട്ട് കേറാം ഇച്ചിരി നമുക്കിപ്പോ മേളിലോട്ട് പോവുക ഒരു കയറ് മേളുന്ന ഒരു കയമ്പിലോട്ട് ഇറക്കി ഇത് ഈ ഒരു ഹുക്കിൽ കെട്ടി വെച്ചിക്കുവാണെങ്കിലും നമ്മൾ പോകുന്നതിനനുസരിച്ച് താഴ്ന്ന ഒരാൾ നമ്മൾ പടത്തേൽ വലിച്ചു കയറ്റുന്നതിന്റെ വേറൊരു രീതിക്കും കയറി പോകാൻ പറ്റും സിമ്പിളാ നമ്മള് മുകളിൽ കയറി ഇപ്പൊ ഇനി ഈ കയറ് സെയിം കയറ് താഴെ വെക്കുന്ന ആളെ ഈ കൊടുത്തു കഴിഞ്ഞാലും ആ പുള്ളിയുടെ കൺട്രോളാ പിന്നെ നമ്മൾ ഇറങ്ങി വരുന്നത് സിമ്പിൾ പരിപാടിയാ ഫാളറസ്റ്റ് ഉണ്ടോ ആരാ വന്ന് കയറി നോക്കേ ചെരുപ്പ് തൽക്കാലം ഇത്
ഇവിടെ എക്സ്ചേഞ്ച് ആകുമല്ലോ. ഉൾവശം മാത്രമല്ല, ഇത് എപ്പോഴും ഈ ഒരു ലെവലിൽ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. 2 വർഷം കൂടെ ആയി കഴിഞ്ഞാൽ ഇത് കൂടിപ്പോയ 6 മാസത്തിൻ്റെ ഉള്ളിൽ ഈ മുള്ളങ്ങ് പോവും. ഇത് ഇവിടെ അകം മാത്രം രാഗി എടുക്കുക നമ്മൾ. ബൈ ചപ്പല്ല തന്നെ ഈ സേഫ്റ്റി ഉപകരണങ്ങൾ ഉപയോഗിച്ച് നോക്കാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രെയിനേഴ്സിന്റെ അടുത്തേക്ക് ഒന്ന് വന്നു നോക്കിയാൽ അവർ കറക്റ്റ് സെറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ് കേട്ടോ. മാക്സിമം ടൈറ്റ് ആക്കിയിട്ട് സാർ, അപ്പം കുറച്ചും കൂടെ ചെയിൻസോ ഹാങ് ചെയ്യുന്നു. സാറേ കാര്യം പഠിച്ചു സാറേ, ഇത് ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്. സാറിൻ്റെ ലെഫ്റ്റ് കാൽ ഇതിലൂടെ ആ ഷൂവിൻ്റെ ഇതുണ്ടല്ലോ അതിലൂടെ വെക്കുന്നു നമ്മൾ മാക്സിമം. ഇനി സാറിൻ്റെ ഇതേപോലെ അതോട് ഇരുന്ന് സാറിൻ്റെ കാലിൻ്റെ അളവിന് സാറ് ടൈറ്റ് ആക്കി ഏതെങ്കിലും ഹോളിലോട്ട് അത് മതി മതിയല്ലോ അതിലോട്ട്. ഇങ്ങോട്ട് നീക്കി വെച്ച് പിന്നെ ഈ താഴത്ത് സെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ നോക്കാനുള്ളൂ. ഷൂവിൻ്റെ ബാക്കിലൂടെ കൊണ്ടുവന്ന് നേരെ സ്പൈക്കിൻ്റെ അകത്തൂടെ കയറ്റി വെച്ച് ഒന്ന് ബാക്കിലൂടെ നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്യുന്നതിന് ശേഷം തിരിച്ച് ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് ഇതും സാറിൻ്റെ ഭാഗത്തിന് സാറ് ടൈറ്റ് ചെയ്ത് ഓക്കെ. സാർ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് സാറ് തനിയെ ഒന്ന് സെറ്റ് ചെയ്തു സാർ കാലി കയറ്റി വെച്ചു. അതെ സാർ ഈ സൈഡിൽ എന്നാടാ മതി ചവിട്ടിയല്ലോ. ഇതും കൂടെ ചവിട്ടി അങ്ങ് വിളിച്ചു സാർ. അത്ര ചവിട്ട് തടിയല്ലോട്ട് കൊള്ളട്ടെ സാറേ. സാർ ലൂസ് ചെയ്ത് സാർ ഇവിടെ ചവിട്ടി അങ്ങ് കൊള്ളിച്ചല്ലോ. സാർ കാല് വളക്കരുത്. ഈ കാല് ലൂസ് ചെയ്തു സാർ, ഈ കാല് ലൂസ് ചെയ്തിട്ട് ലൂസ് ചെയ്തോ സാറ് പോകത്തില്ല, താഴെ പോകത്തില്ല. ഓ അപ്പോൾ ഇതായില്ലേ. ഇനി സാറ് നമ്മൾ കയറ് മുകളിലോട്ട് ഇടാൻ പോവുക. അത് മറ്റേ കാലും കൂടെ ചവിട്ടി ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് കാല് ചവിട്ടി കൊള്ളിച്ചല്ലേ. 2 കയറും പിടിച്ച് മുകളിലോട്ട് എടുത്തിട്ട് ടൈറ്റ് കത്ത് അടുത്ത കാല് വെച്ച സാർ ചവിട്ടി കൊള്ളിക്കുക സാറേ. ഓവർ മുകളിലോട്ട് വെക്കരുത്. താഴോട്ട് ഇപ്പം തുടക്കമല്ലേ സാറേ, താഴോട്ട് വന്ന് അവിടെ ചവിട്ടി വെച്ചില്ലേ. സാറ് മുകളിലോട്ട് ഹൈറ്റ് കൂട്ടരുത്. ഇനി ഈ കാല് സാറ് ലൂസ് ചെയ്തോ വിട്ടോ. ഇവിടുന്ന് കൈയൊക്കെ വിട്ടോ സാറേ, കൈയൊന്നും വിട്ടോ, ഒന്നോട് പേടിക്കണ്ട. കറക്റ്റായിട്ട് അത് നിന്നോളും. കാലിൻ്റെ മുട്ട് വളയരുത്. മുട്ട് വളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പിടുത്തം പറ്റത്തില്ല. കാലിൻ്റെ മുട്ട് എപ്പോഴും ഇത് കാല് ഫ്രീ അല്ലേ. ഈ ഒറ്റ കാലയിൽ സാറ് വെക്കുന്നു. അത് ഫസ്റ്റത്തെ ഇതല്ലേ സാറ് കയറിക്കോ. അടുത്ത സ്റ്റെപ്പ് ഇപ്പോൾ ചെറിയ സ്റ്റെപ്പ് വെച്ച് ചവിട്ടിയാൻ കൊള്ളിക്കും സാറേ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് ഓവർ പോകണ്ട. ഈ ഒരു ലെവലിൽ എന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷനിൽ ഈ ഒരു പൊസിഷൻ ഉണ്ടാവുക. ആ പൊസിഷനിൽ സാറേ ചവിട്ടി സാറ് പോകുന്നതിനനുസരിച്ച് പോട്ടെ. പോട്ടെ സാറേ. അത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പുള്ളിക്ക് അത് സേഫ്റ്റി ആയിട്ട് അങ്ങനെ വരത്തുള്ളൂ.
നോക്കിയോ സാറിന് എവിടം വരെ കയറി സാറ് ഡയറ്റ് കയറിക്കോ. സാർ എന്തായാലും ഒരു കളി കളിച്ചാൽ താഴെ എടുത്തില്ല. ഞാൻ വടത്തേ പിടുത്തോണ്ട് സാറിന് കയറി നോക്കിക്കോ. ആ സാറിന് ഇതുണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങി, കുഴപ്പമില്ല. ഇനിയിപ്പോൾ സാറിപ്പോൾ അവിടെ വരെ ഒന്നുമില്ല, ഇനി മറ്റേ കയറ് ആ പിന്നെ ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് ഇതാക്ക്. സാറ് പതുക്കെ ഇപ്പൊ കയറിയാൽ ഫിഗറേറ്റിന്റെ അത് പതുക്കെ താഴോട്ട് എടുത്തിട്ടാലും മസാലേ. സാറ് പിന്നെ ഫ്രണ്ടിലോട്ട് പിന്നെ വാ, കറങ്ങി ഇപ്പുറത്തോട്ട് വാ, എന്നാലേ സാറ് നടക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അത് ഞാൻ താഴെ ഇറങ്ങിയിട്ട് സാറിന് കറക്റ്റ് കാണിച്ചു തരാം. അത് ആ ഒരു ബുദ്ധിമുട്ടാണ് സാറിന് വരുന്നത്. സാറിൻ്റെ ഈ കൈ ഇടത്തെ കൈ പിന്നെ റൈറ്റ് കൈ ഇപ്പുറത്തോട്ട് പിടിച്ചാൽ സാറേ. മതി സാറേ, മതി 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 മതി. ഒന്നും കൂടെ കുറച്ചും കൂടെ താഴോട്ട് എടുത്തിട്ട് സാറേ, ഒന്ന് പൊക്കി താഴോട്ട് എടുത്തിട്ട്, ഒന്ന് പൊക്കിയിട്ട് താഴോട്ട് എടുത്തിട്ട്, ആ ഒന്ന് പൊക്കിയിട്ട് താപ്പോട്ട് എടുത്തിട്ട്, ഒരു ചെറിയ കമ്പിൻ്റെ ഇതുണ്ട്. ആ അതെ, താഴോട്ട് താഴോട്ട് വന്നില്ല. ആ അത് തന്നെ. സാർ ഒന്നും കൂടെ അവിടെ നിന്നാ സാർ, ചവിട്ടി പൊള്ളിച്ചാൽ നിന്നു. കുറച്ച് താഴോട്ട് വെച്ച്. സാറ് ചവിട്ടി കൊള്ളിക്കുന്നില്ല, സാറ് ചുമ്മാ അങ്ങ് ചവിട്ടുന്നേ ഉള്ളൂ. ഇതിപ്പോ സാറ് ഇപ്പൊ നമ്മള് കയറിന്റെ വലുതല്ല സാധനം. ഇതിൽ നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ മരത്തിന്റെ കമ്പിൽ കിടക്കുന്നതുകൊണ്ട് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ജസ്റ്റ് നമ്മൾ പുള്ളിയാണുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ തൂങ്ങി നിൽക്കാം. ജസ്റ്റ് ഇറങ്ങി വരാണെങ്കിൽ ഇറങ്ങാൻ എളുപ്പം ഇതാണ്, കയറാനും കിട്ടുന്ന തന്നെയാണ്, എളുപ്പം തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അതിന് ഈ റോപ്പ് ഈ സെറ്റ് ഇതമായി തന്നെ യൂസ് ചെയ്യേണ്ടി വരുന്നു. ഏത് ഓൾഡ് പുള്ളി സെറ്റ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കും. ഇതിപ്പോൾ മരത്തിന്റെ കവളിലേക്ക് നമ്മൾ ജസ്റ്റ് വന്നിട്ട് ഇത് ഉപയോഗിക്കണമെങ്കിൽ എപ്പോഴും ഡബിൾ തന്നെ ആയിരിക്കും യൂസ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ഉപയോഗം. അതൊന്ന് കഴിഞ്ഞിട്ടൊന്ന് കറക്റ്റ് അവിടെ ചെയ്തിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ട്. നിങ്ങളെന്താണ് കഴിഞ്ഞ ട്രെയിനിങ് ബെൽറ്റ് വേണം.